സുഹൃത്തുക്കളെ, ഇന്ന് ഒരു അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ജീവിതമാണ് അനാച്ഛാദനം ചെയ്യുന്നത്. പോളണ്ടിലെ വാഴ്സോയിൽ ജനിച്ച ലോകപ്രശസ്ത ശാസ്ത്രജ്ഞയായ മാഡം ക്യൂറിയെക്കുറിച്ചാണ്. മേരി പിയറി ക്യൂറി എന്ന അത്ഭുത സാഹസിക ശാസ്ത്രജ്ഞയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. 16-ാമത്തെ വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ അവൾ സ്വർണ്ണ മെഡൽ നേടിയാണ് സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗണിതവും ഫിസിക്സും മുഖ്യ വിഷയങ്ങളായി തിരഞ്ഞെടുത്ത മേരി ക്യൂറി 1903 തൻ്റെ ഭർത്താവും സഹപ്രവർത്തകനുമായ പിയറി ക്യൂറിക്കൊപ്പം ഊർജതന്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് നേടുകയുണ്ടായി. അതിനുശേഷം നിരവധി ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തി 1911 രസതന്ത്രത്തിൽ തനിച്ച് നോബൽ പ്രൈസ് നേടി ലോക ശാസ്ത്ര മേഖലയെ അത്ഭുതപ്പെടുത്തിയ ശാസ്ത്രജ്ഞയാണ് മാഡം ക്യൂറി എന്നറിയപ്പെടുന്ന മേരി പിയറി ക്യൂറി. ആ സ്ഥാനത്തേക്ക് ഒരു ശാസ്ത്രജ്ഞനും ശാസ്ത്രജ്ഞയ്ക്കും ഇതുവരെ കടന്നു വരാൻ സാധിച്ചിട്ടില്ല. മേരി ക്യൂറിയുടെ ആ റെക്കോർഡ് തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. നാം ഒന്ന് മനസ്സിലാക്കണം, അവരുടെ കുട്ടിക്കാലം, അവരുടെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു. വളരെ കുറഞ്ഞ വരുമാനം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. മേരിയാണെങ്കിൽ കഠിനാധ്വാനശീലമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ ഏതൊക്കെയോ തരത്തിൽ കുറെ പണം ചെലവഴിച്ചു. നമ്മൾ വായിച്ചിട്ടുള്ളത്, സ്വന്തം സഹോദരിക്ക് പുറത്തുപോയി പഠിക്കുന്നതിനാവശ്യമായ പണം സമ്പാദിക്കുന്നതിന് കൊച്ചു മേരി അയലത്തുള്ള ഒരു സമ്പന്നന്റെ വീട്ടിലെ ഗവേണസായി, അതായത് അവിടുത്തെ ആയയായി ജോലി ചെയ്ത് പണം സമ്പാദിച്ച് സ്വന്തം ചേച്ചിക്ക് ഉപരിപഠനം നടത്താൻ പണം സമ്പാദിച്ച കുട്ടിയാണ് മാഡം ക്യൂറി. അവസാനം അവൾക്ക് ഗവൺമെന്റിന്റെ അനുവാദവും ഗ്രാന്റും ലഭിച്ചാണ് വാഴ്സയിലേക്ക് ഉപരിപഠനത്തിനായിട്ട് പോകാൻ സാധിക്കുന്നത്. അങ്ങനെ നിരവധിയായ കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തുകയുണ്ടായി. പൊളോണിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ കണ്ടുപിടുത്തം, പോളണ്ട് എന്ന രാജ്യത്തിന്റെ ആ പേര് ചേർത്ത് ആ മൂലകത്തെ പൊളോണിയം എന്നാണ് അവൾ വിളിച്ചത്. അങ്ങനെ സ്വന്തം മാതൃഭൂമിയോടുള്ള കൂറും അഭിമാനവും പ്രകടിപ്പിക്കുകയാണ് ആ പേരിടൽ ചടങ്ങിലൂടെ ചെയ്തത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാക്കാണ് റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റി എന്ന ആ പദപ്രയോഗവും മേരി ക്യൂറി തന്നെയാണ് ആദ്യമായി നടത്തിയിട്ടുള്ളത്. അങ്ങനെ അത് ശാസ്ത്രത്തിൽ വിഖ്യാതമായി പ്രചരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ലോകത്തെങ്ങുമുള്ള അതിജീവനത്തിൻ്റെ പാതയിൽ ഉള്ളവർക്ക് എന്നും മാർഗദർശിയാണ് മാഡം ക്യൂറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനം അവർ നിരന്തരമായ ഈ റേഡിയോ ആക്റ്റീവ് കണ്ടുപിടുത്തങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഇടയിൽ 64-ാമത്തെ വയസ്സിൽ ഒരു പ്രത്യേക തരം അനീമിയ രോഗത്തിന് വിധേയായി 64-ാമത്തെ വയസ്സിൽ മരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ശാസ്ത്രലോകത്ത് ഏറ്റവും മികച്ച വ്യക്തിത്വമായി ശോഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളവരിൽ ഏറ്റവും പ്രഗത്ഭയാണ്. ഇന്നും അവർ സ്ഥാപിച്ച ലബോറട്ടറിയിൽ
പുതിയ തലമുറകൾ പഠന ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഫ്രാൻസിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതലും നടത്തിയിരുന്നതെങ്കിലും അവരുടെ നാടിനോടുള്ള, പോളണ്ടിനോടുള്ള കൂറും സ്നേഹവും ഒന്നും അവർ ഉപേക്ഷിച്ചില്ല. കുട്ടികളെ പോളിഷ് ഭാഷ പഠിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് അവർ പോളണ്ടിലേക്ക്, അവരുടെ ജന്മഗൃഹത്തിലേക്കും ജന്മനാട്ടിലേക്കും മക്കളുമൊത്ത് സഞ്ചരിക്കാനും മാഡം ക്യൂറി മറന്നില്ല. ഇതൊക്കെ ശാസ്ത്രജ്ഞ എന്ന നിലയിൽ അവരെത്ര ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നു എന്നതിൽ ഉപരി അവർ ജനിച്ച നാടിനോടും അവരുടെ സംസ്കാരത്തോടും അവരുടെ ഭാഷയോടും അവർ കാണിക്കുന്ന കൂറ് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. അത് എടുത്തു പറയേണ്ടതാണ്. പലപ്പോഴും പലർക്കും, പല ഉന്നത വ്യക്തിത്വങ്ങൾക്കും അവരുടെ മാതൃഭാഷയും മാതൃരാജ്യവും ഇത്രമാത്രം പരിഗണനാർഹമായി ചിലപ്പോൾ കാണാറില്ല, തോന്നാറുമില്ല.